കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നങ്ങനെ ഞായറാഴ്ച പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെന്താ, ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി, മക്കളിവിടെ ഉണ്ട്. ഇന്ന് ജോലി ഇല്ലായെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കൺട്രാക്ട് വിളിച്ച് പറഞ്ഞ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു, അങ്ങനെ പോയി. പിന്നെന്താണ്, ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോ ജോലികളും കാര്യങ്ങളോട്ടൊക്കെ ഇരിക്കുന്നു. മോളവിടെ ചെടിയൊക്കെ ശരിയാക്കും, നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മുടെ ചെടികൾ അവിടെയൊക്കെ മോൾ ഒരുവിധം ചെടികളവിടെയൊക്കെ വൃത്തിയാക്കി. ഇപ്പം ഞായറാഴ്ച ദിവസമാണ് ചെടികളുടെ ഇടയ്ക്കൊക്കെ അവൾ വൃത്തിയാക്കുന്നു. കുഞ്ഞു പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞ് എല്ലാം തൂത്ത് വാരിയൊക്കെ വൃത്തിയാക്കുന്നത്. പൂക്കൾ നമുക്ക് ഒത്തിരി കുറവാണ് കൂട്ടുകാരെ ചെടിക്കകത്തിൽ. ഇനി ചൂടലൊക്കെ ആയതുകൊണ്ട് മാവൊക്കെ നിൽക്കുമല്ലേ ഇവിടെ, ഇനി അതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും അത്യാവശ്യത്തിനൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ ഓരോ പൂക്കളുണ്ട്. പിന്നെ നമ്മൾ പൂക്കളുണ്ടാകാനുള്ള വളങ്ങളോ മരുന്നുകളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവർ തനിയെ ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നു, അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ നിൽക്കുന്നു. നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നടുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈകൾ മാറ്റി നടുന്നു. ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ നമ്മൾ വേറെ ഒന്നും വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, എന്തോ അറിഞ്ഞുകൂടാ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ. പിന്നെ നമ്മുടെ മീൻകുളം, അങ്ങനത്തിൽ കുറച്ച് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഇന്നാളും ഞാൻ കാണിച്ചതായിരുന്നല്ലോ. പിന്നെ ഈ നീലപ്പൂക്കളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ്. അപ്പോൾ കൂട്ടുകാർ, ഈ ഒരു ചെടി ഏട്ടന് ജോലിക്ക് പോകുന്നിടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഒരു കുഞ്ഞൊരു തണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോഴല്ല, ഒരു വർഷത്തിന് മുമ്പ് കൊണ്ടുവന്നതാണ്. ഏട്ടൻ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് അത് കൊണ്ടുവന്ന് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലായാലും വരുമോ കൂട്ടുകാരങ്ങനെ വന്നാൽ തന്നെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വിഷമം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളോട് ആരെന്ത് ചോദിച്ചാലും നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കാതൊന്നും നമ്മളിരിക്കില്ല. പൈസയ്ക്കൊന്നും അല്ല കൂട്ടുകാരെ, വെറുതെ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കങ്ങനെ തരാൻ പറ്റില്ല എന്നൊന്നും പറയില്ല. ഒരു കുഞ്ഞു തണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും കൊടുക്കും. അതേപോലെ ഈ ചുമന്ന ചേമ്പല പോലത്തെ ചെടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ദിവസം ഏട്ടനും ഞാനും കൂടെ പന്തളത്ത് പോയപ്പോൾ ഒരു റോഡ് സൈഡിൽ കാടിനകത്ത് നിന്നത്, അത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് ചെടിച്ചട്ടിയിലാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ കണ്ടോ കൂട്ടുകാരെ, റോസ് കളറിലെ നല്ല ഭംഗിയല്ലേ കാണാൻ. അതിനും വിത്തുണ്ട് കേട്ടോ. പിന്നെ ഈ തെറ്റി, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ നട്ട് ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചാൽ എന്തായാലും അത് പിടിച്ചു വന്നു. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല കൂട്ടുകാരെ. അതേപോലെ ഈ റോസ് കുഞ്ഞു പൂ വിരിയുന്നത്, അത് ഒരുമാതിരി മരമായിട്ട് അത് ഉണങ്ങിയതായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു എത്ത് പൊട്ടി പിന്നെയും കിളിച്ചു വന്നു. പിന്നെ ഈ വാഴച്ചെടി കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഉണ്ടോ. പിന്നെ ഈ കണ്ണാടിച്ചെടികൾ, പിന്നെ ഇത് നീല ശംഖുപുഷ്പം, പിന്നെ ഒരു പാലച്ചെടിയുടെ അത്ര തന്നെ, പക്ഷെ നല്ല കട്ടിയാണ്, നല്ല വിടർന്ന് നല്ല കട്ടിയായിട്ടിരിക്കുന്ന വെള്ളപ്പൂവാണ്. നല്ല രസമാണ് ആ പൂ കാണാൻ. നമുക്ക് ഒത്തിരി കണ്ണാടിച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ, എല്ലാം ഒരുവിധം പോയി. ഇപ്പോൾ ഇത്രയും മോഡലൊക്കെ ഉള്ളു കണ്ണാടിച്ചെടികൾ. പിന്നെ അപ്പുറത്തൊക്കെ വേറെ കാപ്പപ്പൊടി കളറിലൊക്കെ ഉണ്ട്. കുഞ്ഞു ചെടിയിലും പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടോ കൂട്ടുകാരെ, കൊച്ചു പൊക്കെ ഉള്ളതിന് കേട്ടോ. പിന്നെ ചുമന്ന ബോൾസും ഉണ്ട്, സീനിയും ഉണ്ട്. സീനിയൊക്കെ ഒറ്റ തട്ടിൻ്റെ, 2-3 തട്ടുള്ളതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി. ഇപ്പോൾ എല്ലാം ഒറ്റ തട്ടിൻ്റെ ആയിട്ടുള്ള പൂക്കളം. പിന്നെ ഇത് നമ്മുടെ ജമന്തിയാണ്. പിന്നെ ചുമന്ന ബോൾസും, പിന്നെ ഈ വയലറ്റിൻ്റെ വെള്ളയും ഉണ്ട്, റോസും ഉണ്ട് നമുക്ക് കേട്ടോ. ഇത് അപ്പുറത്തെ ചെടികളെടുത്തതിനകത്തിലുണ്ടായിരുന്നുണ്ടോ. ഇത് സാമ്പാർ ചീരയുടെയാണേ. പിന്നെ നമ്മുടെ വെന്തിച്ചെടിയിൽ പൂവായിട്ടുണ്ട്. ഇവിടെയൊക്കെ ബോൾസം നട്ടേക്കുവാണ്. ബോൾസത്തിലൊക്കെ പൂവായി കഴിയുമ്പോൾ നല്ല ഭംഗിയാകും കൂട്ടുകാരെ. ഇപ്പോൾ ചെറുതായിട്ട് നട്ടിട്ടുള്ളല്ലോ. ഒന്നാമത്തെ കാര്യം, നമുക്കിവിടെ എല്ലാം മാവ് നിൽക്കുന്നതുകൊണ്ട് ചൂടലായിരിക്കാം, എന്തോ അറിഞ്ഞുകൂടാ. ഇത് കനകാംബരം, എന്നാലും അത്യാവശ്യത്തിന് പൂക്കളൊക്കെ ഉണ്ട് ചെടിയിൽ കേട്ടോ. ഇതൊരു ചെറിയ ഇളം മഞ്ഞയുള്ളൊരു പൂവാണ്, ബന്തി. പിന്നെ ഈ പൂ അറിയാവോ, പഞ്ചസാര ചെടി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്, സ്റ്റാർ ചെടിയെന്നും പറയും. കൂട്ടുകാരോടൊക്കെ എന്തോ പറയുന്നറിയില്ല. ഇതിൽ പൂ വാടിപ്പോയി കൂട്ടുകാരെ, ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. പിന്നെ ബോൾസും നമുക്ക് ചുമപ്പുണ്ട്, മെറൂണുണ്ട്. പിന്നെ ചുമന്ന ചെമ്പകമുണ്ട്, ചുമപ്പല്ല റോസ് കളറിലെ ചെമ്പകം. അതിൻ്റെ 2-3 കമ്പ് വെട്ടി ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിളിച്ച് വരുന്നുണ്ട്. അല്ലെ ഇപ്പം അതിലെല്ലാം പൂവായേനെയായിരുന്നു.
നല്ല രസമല്ലേ, വെള്ളയില്ല, ചുവപ്പേ ഉള്ളൂ. ഇത് ഞാൻ പണിക്ക് പോകുന്നൊരു വീട്ടിൽ നിന്ന് എനിക്കൊരു ചേച്ചി തന്നതാണ്. അത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധനം ചെടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ കുടുംബശ്രീക്ക് പോയി. കുടുംബശ്രീ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവിടെ കുറച്ച് മണൽ ഒഴുകി വന്നത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങൾ പിന്നെ ബക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് കോരിക്കൊണ്ട് പോയി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ മേളിൽ നിന്ന് ഒഴുകി വന്ന് കിടക്കുന്ന കൂട്ടുകാരെ. അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ കുളമാണ്. അതെല്ലാം പായലായിട്ടൊക്കെ കിടക്കും. നേരത്തെയൊക്കെ ഞങ്ങൾ കുളിക്കുമായിരുന്നു. ഇപ്പം മൊത്തം അഴുക്കും വേസ്റ്റും ഒക്കെ കൊണ്ടിട്ട് ഒരിതില്ല. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ ഇച്ചിരി അങ്ങോട്ട് സൂം ചെയ്ത് നോക്കട്ടെ, കാണാൻ പറ്റുമെന്നേ. ചെറുതായിട്ട് കാണാമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ വീട്. ഇങ്ങനെയൊക്കെ തോട്ടിൽ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഞങ്ങൾ മണ്ണ് കൊണ്ടിട്ടാണ് കൂട്ടുകാരെ നമ്മുടെ ആ വയൽ ഒരുവിധമൊക്കെ നികത്തിയെടുത്തത്. അപ്പോൾ വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കപ്പയും ബീഫ് കറിയും ഉണ്ടായിരുന്നു. ഏട്ടൻ വൈകിട്ട് വന്നപ്പോൾ കപ്പയും ബീഫും വാങ്ങിച്ചിട്ട് വന്ന് ഇതെല്ലാം വേവിച്ചു. അപ്പം ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ഇടണം. ബൈ കൂട്ടുകാരേ.